നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ചർച്ച രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 4% വോട്ട് കുറവാണ്. പക്ഷേ എങ്കിൽ പോലും തിരുവനന്തപുരം പിടിച്ചെടുക്കാനായ മികവിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് ബി ജെ പി. തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പി ഇപ്പോഴും വിശ്വസിക്കുന്നത്. മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ്. നേമത്തു നിന്നും അദ്ദേഹം മത്സരിക്കും, ജനവിധി തേടും എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ചേശ്വരവും സുരേന്ദ്രൻ ഉറപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേന്ദ്രൻ പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തിയില്ല. പാർട്ടിയാണ് പറയേണ്ടത്. പാർട്ടി പറയുന്ന എവിടെയും മത്സരിക്കും, പാർട്ടിയല്ലേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് പക്ഷേ മഞ്ചേശ്വരമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ സ്വയം നടത്തി എങ്കിൽ പോലും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ ആശങ്കയാണ് ഇപ്പോൾ CPM-നിടയിൽ സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. CPM-നും കോൺഗ്രസിനുമൊക്കെ അവിടെ മത്സരിക്കാൻ പോലും ആൾക്കാർക്ക് പേടിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഏറ്റവും അടിസ്ഥാനമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന പല മണ്ഡലങ്ങളും തിരുവനന്തപുരത്ത് ബി ജെ പിയുടേതായുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ ബി ജെ പി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ പേടിയിലാണ് എല്ലാവരും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തിയ ശേഷം പല പ്രധാനപ്പെട്ട ആൾക്കാരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനെ നേരത്തെ ശശി തരൂരിനോടൊപ്പം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അന്ന് ഏതാണ്ട് ഒരുപാട് വൈകിയ ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. എങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് 2ാം സ്ഥാനത്തെത്താനും ശശി തരൂരിന്റെ ഭൂരിപക്ഷം ചെറിയ ഭൂരിപക്ഷത്തിലേക്കാക്കാനും രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നേമത്തേതാണ്ട് വിജയം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ആകുമ്പോഴും വലിയ അങ്കലാപ്പും പ്രതിസന്ധിയും ഒക്കെ CPM-ലും കോൺഗ്രസിലും ഉണ്ട്. നമുക്കറിയാം, ഒറ്റയ്ക്ക് മത്സരിക്കാൻ പേടിയായ സാഹചര്യമാണ് ശിവൻകുട്ടിക്ക് പോലും ഉള്ളത്. ശിവൻകുട്ടിയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട്. നേരത്തെ സൈബർ സ്പേസിലൊക്കെ പറഞ്ഞിരുന്നത് ആര്യ രാജേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കുമെന്നാണ്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി കാരണം ആര്യ രാജേന്ദ്രനെ ഇനി മത്സരരംഗത്തേക്ക് തന്നെ ഇറക്കുമോ എന്ന് തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ CPM-ൽ തന്നെ അവിടെ മത്സരിക്കാൻ ആരുമില്ല. ഇപ്പോൾ VD സതീശനെ കൂടെ കൂട്ടുവിളിക്കുകയാണ് ശിവൻകുട്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, എപ്പോഴും രണ്ടു കൂട്ടരും CPM-ഉം BJP-യും തമ്മിൽ ധാരണയാണെന്ന് കോൺഗ്രസ്സുകാർ പറയും, കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയാണെന്ന് CPM-കാർ പറയും. പക്ഷേ യഥാർത്ഥ ധാരണയുള്ളത് ഇവർ തമ്മിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വലതുപക്ഷത്തിനൊരു സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, ഇടതുപക്ഷത്തിനൊരു സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, BJP-ക്കാണ് സീറ്റ് കിട്ടരുതെന്ന് രണ്ടു കൂട്ടരും ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു പൊതുശത്രു എന്ന രീതിയിൽ BJP ആരുമായും ചേരുന്നില്ല, അവരവരുടെ രാഷ്ട്രീയ നീക്കവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം VD സതീശനോടെ മത്സരിക്കണം എന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ശിവൻകുട്ടി അവിടെ വന്നിരുന്നു. VD സതീശനോടെ മത്സരിക്കാൻ പേടിയാണ്, അവിടെ മത്സരിക്കാൻ VD സതീശനില്ല എന്ന് VD സതീശനും വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ധാരണ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരാജയം മണത്ത ശിവൻകുട്ടി ഇപ്പോൾ അത് ധാരണയാണെന്നും BJP-യും കോൺഗ്രസും തമ്മിൽ ധാരണയാണെന്നൊക്കെ പറഞ്ഞു പരത്താനാണ് ശ്രമിക്കുന്നത്. ഏതായാലും ആരൊക്കെ എന്തൊക്കെ ധാരണയുണ്ടെങ്കിലും ഇത്തവണ നിയമം തീർച്ചയായും ആ നിയമത്ത് താമര വിരിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കാൻ വന്ന K മുരളീധരനെ സംഭവിച്ചത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ മത്സരിക്കാൻ വേണ്ടി കൂട്ടുവിളിച്ച് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് അവിടെ മത്സരിക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VD സതീശനെ കൂട്ടുപിടിച്ച് VD സതീശന്റെ കൈ പിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ശിവൻകുട്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? ശിവൻകുട്ടിക്ക് പേടിയാണ് എന്നുള്ളതാണ്. അവിടേക്ക് വരാൻ VD സതീശനും പേടിയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതായാലും BJP അവിടെ വെന്നിക്കൊടി പാറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജീവ് ചന്ദ്രശേഖറെ പോലുള്ള ഒരാളെ നിയമം കണ്ടില്ലെന്ന് നടിക്കാൻ നിയമത്തിന് സാധിക്കില്ല. അങ്ങനെ കണ്ടില്ലെന്ന് നടിച്ചാൽ നിയമത്തിന്റെ പരാജയമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയത്തിനൊരുങ്ങുകയാണ് BJP എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ BJP-യുടെ നേതൃത്വം അതിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നും സൂചനകളുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ്, വരുന്ന തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനിരിക്കുന്ന വരുന്ന
പിന്നീടുണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനുമൊക്കെ BJPക്ക് അധികാരത്തിലെത്താനുള്ള ഒരു ചൂണ്ടുപലകയായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യവും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുക എന്ന ലക്ഷ്യവും BJPക്കുണ്ട്. തീർച്ചയായും അതിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPക്ക് ജൈവികമായി വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു അസൃഷ്ടത അല്ലെങ്കിൽ അവരോടുണ്ടായിരുന്ന ഒരു ഐക്യം അത് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് BJPയിലേക്ക് ധാരാളം ആളുകൾ ആകൃഷ്ടരായി വരുന്നതും. ഏതായാലും BJPക്ക് എത്ര കണ്ടത് വോട്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനിയുള്ള പ്രശ്നം. നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ, കഴിവുള്ളവരെ അണിനിരത്തിയാൽ തീർച്ചയായും BJPക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയും. കാലാകാലങ്ങളായി BJPയെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കുന്ന നേതാക്കന്മാരെല്ലാം മത്സരരംഗത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ BJP കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകണം. കൃത്യമായ പ്രവർത്തനത്തിലൂടെ BJP കൃത്യമായ നിലപാടുകളിലൂടെ കടന്നുപോയാൽ നിയമം മാത്രമല്ല കേരളത്തിൽ ഒരു 15 സീറ്റിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്.